ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സാലഡായിട്ടാണ്. പ്രത്യേകിച്ചും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്ത് വെച്ചിട്ടാണെന്നറിയോ? വാഴപ്പിണ്ടി വെച്ചിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. പക്ഷെ അത് കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. വണ്ണം കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സാലഡ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഉണ്ണിപ്പിണ്ടി മുറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഉണ്ണിപ്പിണ്ടി എന്നാണ് ഞങ്ങളുടെ സൈഡിൽ പറയുക, തൃശ്ശൂരൊക്കെ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ പോളകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഓൾറെഡി ഞാനത് നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഒരു 4 ലെയറും കൂടിയും പൊളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ അറ്റം വരെ നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് പൊളിച്ച് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം? കുനുകുനാന്ന് അങ്ങോട്ട് അരിയുക കേട്ടോ. അപ്പോൾ അതാണ് ടേസ്റ്റും കിട്ടുക. വലുതാക്കി അരിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞത് അമ്മയുടെ ഫ്രണ്ട് രാജി ടീച്ചറാണ്. അപ്പോൾ ഒരു ദിവസം ടീച്ചറെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നിട്ട് എന്താ സംഭവം അഞ്ജുവോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിപ്പിണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഒരു റെസിപ്പി ആയിട്ട് ഇത് ചെയ്തോളൂ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു എന്താ കേട്ടോ അത്. ഇനി നമുക്ക് പച്ചമുളക് പൊട്ടിക്കാനല്ലോ എന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ ഒരാൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഞാൻ ഉപദ്രവിക്കാൻ വന്നതൊന്നല്ല കേട്ടോ, അത് ഞങ്ങളുടെ ഇവിടെ സ്ഥിരം വരാറുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവനെ കുഞ്ഞൂട്ടെന്നാണ് വിളിക്കൽ. കുഞ്ഞൂട്ടനും ഫാമിലിയും സ്ഥിരം ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. കുറേ എണ്ണം ഉണ്ട്, ഒരു 10-20 എണ്ണം ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ ഇന്ന് ഇവൻ ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് പിന്നെ വൈകുന്നേരമാണ്, നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്താണ് ഇവർ എത്തുക അങ്ങോട്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി മാവുമ്മയൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്ക് സാലഡിലേക്ക് എടുക്കണം. പച്ചമുളകെല്ലാം പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്തത് എന്താ വെച്ചെങ്കിൽ നമ്മളുടെ ഉണ്ണിപ്പിണ്ടിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണേ. നിങ്ങൾ സാധാരണ റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കഴിക്കണമെന്നുള്ളൊരു ഫീൽ വരും. ഇതാകുമ്പോൾ അറിയാണ്ട് അങ്ങോട്ട് എടുത്ത് കഴിച്ച് പോവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ വേറെ ഒന്നുമില്ല. അരമുറി സവോള കുനുകുനാന്നരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കുനുകുനാന്നരിഞ്ഞത്. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ചൂനമുളക്, അതായത് കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ വേണ്ടത് അരമുറി നാരങ്ങ നീര്. അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ണിപ്പിണ്ടി എടുക്കണോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇതൊക്കെ കൂടുതൽ ചേർക്കണം. ഇനി അടുത്ത പരിപാടി എന്താണ്? നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം? ഉണ്ണിപ്പിണ്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ണിപ്പിണ്ടി ചേർത്ത് കൊടുത്തു. കുനുകുനാന്നരിഞ്ഞ ഉണ്ണിപ്പിണ്ടി അല്ലേ. ഇനി വേണ്ടത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ നാരങ്ങ നീര്, അതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കും ഇല്ലേ. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ജ്യൂസാണ് എല്ലാവരും കുടിക്കുക. അപ്പോൾ ഉപ്പേരിയൊക്കെ സാധാരണയാണ്, പിന്നെ കഴിക്കുന്നത് ജ്യൂസാണ് അല്ലേ. അപ്പോൾ അത് വെറും വയറ്റിലാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലത്. അതുപോലെ തന്നെ എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഒക്കെ അലിയിച്ച് കളയുന്നൊക്കെയാണ് പറയുന്നത്, പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് ഗ്യാസ് ഉള്ള സമയത്ത്, അസിഡിറ്റി, അൾസറൊക്കെ ഉള്ള സമയത്തും ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്തു. എല്ലാം നമ്മളിട്ടിട്ട് നാരങ്ങ നീരൊഴിച്ച് ഉപ്പിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, കൈ വെച്ച് മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഒരു സ്റ്റൈലിന് സ്പൂൺ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും കൈ വെച്ചിട്ടല്ല മിക്സ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല മുളകൊക്കെ ഇട്ട കാരണേ എൻ്റെ കൈ അങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൈ വെച്ച് മിക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഹെൽത്തിയുമായിട്ടുള്ള ഉണ്ണിപ്പിണ്ടി സാലഡ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത് ഞാൻ ടീച്ചറുടെ വീട്ടിൽ വെച്ച് കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായെന്ന് പറഞ്ഞ സമയത്ത് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. എന്നാൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അഞ്ജുവെന്ന്. ഞാനപ്പോൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. ഇന്നത്തെ റെസിപ്പി പറഞ്ഞെന്നാൽ ടീച്ചർക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ എന്താ ചെയ്യേണ്ടത്? നോക്കിക്കോളൂ.